ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 18. വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം. വിജയം നൽകുന്ന കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിക്കുക എന്നുള്ളത് ബൈബിളിന്റെ ചരിത്രത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 18 അങ്ങനെ ദാവീദിന് ദൈവം നൽകിയ വിജയത്തിൽ ദൈവത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്ന ഭാഗമാണ്. 18-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ. കർത്താവെ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. ദൈവാവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൽ മോശയുടെ കീർത്തനം നമ്മൾ കാണുന്നു. മോശയുടെ കീർത്തനത്തിലെ 4-ാമത്തെ വചനവും പ്രകാരം തന്നെയാണ്. കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും, അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. വിജയം തരുന്ന ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും വിജയം തരുന്നത് ദൈവമാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ തീർച്ചയായും ദൈവത്തെ നാം സ്തുതിക്കും. നാം നിരന്തരം ദൈവത്തെ സ്തുതിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. 6 മുതലുള്ള വചനങ്ങൾ. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളെത്തി. കഷ്ടതയുടെ നാളുകളിൽ ഞാൻ അവിടുത്തെ ആലയത്തിൽ വന്ന് അവിടുത്തെ വിളിച്ചു. അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. എൻ്റെ അപേക്ഷ ദൈവത്തിൻ്റെ കാതുകളിലെത്തി. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വിജയം നൽകുമ്പോൾ മാത്രമല്ല, നമ്മുടെ കഷ്ടതയുടെ നാളുകളിലും നാം ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് ദൈവത്തോട് ഹൃദയം തുറന്ന് നാം സംസാരിക്കുമ്പോൾ ആ നിലവിളികൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരും. 16 മുതലുള്ള വചനങ്ങൾ. ഉന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു. എൻ്റെ ശക്തിക്ക് അതീതരായിരിക്കുന്ന പല ശത്രുക്കളിൽ നിന്നും ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയമായിരുന്നു. അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു. തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല. അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചിട്ടില്ല. അവിടുത്തെ മുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. അപ്പോൾ ദാവീദ് രാജാവ് ദീർഘമായ ദൈവത്തോട് സംസാരിക്കുകയാണ്. ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ നിയമം ലംഘിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കനോട് അങ്ങ് നിഷ്കളങ്കമായും വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തമായും പെരുമാറും. ഇത് നമുക്കൊരു വലിയൊരു ഉപദേശമാണ് ദാവീദ് നൽകുക. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തും, നിഷ്കളങ്കനോട് അവിടുന്ന് നിഷ്കളങ്കമായി പെരുമാറും, നിർമ്മലനോട് അവിടുന്ന് നിർമ്മലമായി പെരുമാറും. 28-ാമത്തെ വചനം. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. 31-ാമത്തെ വചനം. കർത്താവല്ലാതെ ദൈവം ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട്? അപ്പോൾ നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്ന എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വചനങ്ങൾ. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എനിക്ക് സമനായ ആരുണ്ട്? അവൻ അത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നത ശില എൻ്റെ അറിവിലില്ല. അപ്പോൾ നമ്മുടെ കർത്താവായ ദൈവമല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നത ശിലയില്ല എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 43-ാമത്തെ വചനം പ്രകാരമാണ്. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങ് എന്നെ ജനതകളുടെ അധിപനാക്കി. എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു. അപ്പോൾ ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നതും എൻ്റെ ദൈവം തന്നെയാണ്. അപ്പോൾ പലതരത്തിലുള്ള ദുഃഖത്തിലൂടെ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അഭയമായിട്ടുള്ളത്, അഭയമായ പാറയായിട്ടുള്ളത് ദൈവം മാത്രമാണ് എന്ന് എപ്പോഴും നാം വിശ്വസിക്കുക. 49-50 വചനങ്ങൾ ദൈവത്തെ സ്തുതിച്ച് പറയുന്നതാണ്. ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കും. അങ്ങയുടെ നാമം
പാടി സ്തുതിക്കും. തൻ്റെ രാജാവിനെ അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു, ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി വചനം പാലിക്കുന്നവനോട് ദൈവം എന്നേക്കും കരുണ കാണിക്കുന്നു, ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. വിജയം നൽകുന്നത് എപ്പോഴും ദൈവമാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.